നമസ്കാരം. വീണ്ടും ഇസ്രായേൽ ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ്. എന്തായാലും അന്താരാഷ്ട്ര രാജ്യങ്ങൾക്കിടയിൽ ഇതിപ്പോൾ ചർച്ചയായിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഹമാസിന് ഒരു കനത്ത അടിയായിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഈ വെളിപ്പെടുത്തൽ. ഗാസയിലെ ഹമാസ് സർക്കാരിന്റെ തലവൻ റൗഹി മുസ്താഹയെ വധിച്ചതായി ഇസ്രായേൽ വെളിപ്പെടുത്തുന്നു. 3 മാസം മുമ്പ് നടത്തിയ വ്യോമാക്രമണത്തിൽ മുസ്താഹയെയും 2 സുരക്ഷാ ഉദ്യോഗസ്ഥരെയും വധിച്ചതായാണ് ഇസ്രായേൽ പറയുന്നത്. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സും ഇസ്രായേൽ സെക്യൂരിറ്റീസ് അതോറിറ്റിയുമാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. വ്യാഴാഴ്ചയാണ് ഇക്കാര്യം ഇസ്രായേൽ സേന പ്രസ്താവനയിലൂടെ അറിയിച്ചത്. ഗാസ മുനമ്പിൽ IDFും ISAയും സംയുക്തമായി നടത്തിയ ആക്രമണത്തിൽ ഹമാസ് ഗവൺമെന്റ് തലവൻ റൗഹി മുസ്താഹ, ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോയിലും ഹമാസിന്റെ ലേബർ കമ്മിറ്റിയിലും സുരക്ഷാ ചുമതല വഹിച്ചിരുന്ന സമേഹ് അൽ സിറാജ്, ഹമാസിന്റെ ജനറൽ സെക്യൂരിറ്റി മെക്കാനിസത്തിന്റെ കമാൻഡർ സമി ഔദെഹ് എന്നീ ഭീകരരെ വധിച്ചതായി IDF പ്രസ്താവനയിൽ അറിയിക്കുകയായിരുന്നു. വടക്കൻ ഗാസ മുനമ്പിലെ മുസ്താഹയുടെ നേതൃത്വത്തിലുള്ള ഹമാസ് നേതൃത്വത്തിന്റെ ഒളിത്താവളമായി പ്രവർത്തിച്ചിരുന്ന ഭൂഗർഭ കേന്ദ്രത്തിൽ വെച്ച് IAF വ്യോമാക്രമണത്തിലൂടെ ഇല്ലാതാക്കിയതായാണ് ഇസ്രായേൽ വെളിപ്പെടുത്തൽ. അതേസമയം ടെഹ്റാന്റെ ആക്രമണത്തിന് തിരിച്ചടിയായി ഇറാനിലെ ആണവ കേന്ദ്രങ്ങളും ഓയിൽ റിംഗുകളും ആക്രമിക്കാൻ ഇസ്രായേൽ തയ്യാറെടുക്കുന്നു എന്ന റിപ്പോർട്ടുകളോട് പ്രതികരിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ രംഗത്തെത്തിയിട്ടുണ്ട്. ഇത്തരം നീക്കങ്ങളെ അദ്ദേഹം എതിർക്കുകയാണ് ചെയ്തത്. ഇസ്രായേലിന് പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട് എന്നും എന്നാൽ അത് ആനുപാതികമായിരിക്കണമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഇറാനെതിരെ പുതിയ ഉപരോധം ഏർപ്പെടുത്താനുള്ള സാധ്യതയെ കുറിച്ച് അദ്ദേഹം G7 നേതാക്കളുമായി സംസാരിച്ചു. ഫോൺ മുഖേനയായിരുന്നു ചർച്ച. ബൈഡൻ ഉൾപ്പെടെയുള്ള G7 നേതാക്കൾ ഇസ്രായേലിനെതിരായ ഇറാന്റെ ആക്രമണത്തെ അപലപിക്കുകയാണ് ചെയ്തത്. ഇസ്രായേലിനെതിരെ ചൊവ്വാഴ്ചയുണ്ടായ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് ഇറാനെതിരെ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഉടൻ സംസാരിക്കുമെന്നാണ് ബൈഡൻ പറഞ്ഞത്.